LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പുതുക്കാട് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ വിജയത്തിനായാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. LDF പുതുക്കാട് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി KK രാമചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം UP ജോസഫ്, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ്, നേതാക്കളായ രാഘവൻ മുളങ്ങാടൻ, ജോർജ് താഴേക്കാടൻ, TI സേവ്യർ, ഹൈദർ, സിന്ധു കൈരളി, PK ശിവരാമൻ, NN ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് സഖാവ് രവീന്ദ്രൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന് നമുക്ക് കഴിഞ്ഞു. കുറേയേറെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പുതിയ പദ്ധതികൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. പുതിയ പദ്ധതികൾ ആരംഭിച്ചത് കുറേയേറെ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനിയും നിരവധി പദ്ധതികൾ നിർമ്മാണത്തിലിരിക്കുന്ന പദ്ധതികളുണ്ട്. പുതുക്കാട് സെൻറ്ററിൽ ഉയരുന്ന മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ നിർമ്മാണം 2ാം നിലയിലേക്ക്, അതിൻ്റെ വാർക്കയിലേക്ക്, കോൺക്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പുതിയ സംരംഭങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. നിർമ്മാണം ആരംഭിച്ചത്, നിർമ്മാണം ആരംഭിക്കുന്നതിന് വേണ്ടി സാങ്ഷനായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ നമുക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട്, തുടങ്ങാനുണ്ട്. അതിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഈ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നിരവധിയായ പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ പല ഘട്ടങ്ങളിലും പറഞ്ഞു. തോട്ടുമുഖം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എത്രയോ വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ, കർഷകരുടെ ആഗ്രഹമായിരുന്നു. അത് നമുക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിൻ്റെ 2ാം ഘട്ടം ഈ ഗവൺമെൻറ് കാലത്ത് തന്നെ 2ാം ഘട്ടവും നമുക്ക് പാലമ്പ്രക്കുന്നിലേക്ക് വെള്ളം ചാടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ കച്ചേരിക്കടവ് പാലം എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ജലസേചനവും ഗതാഗത സൗകര്യങ്ങളുമൊക്കെ നമുക്ക് ഒരുക്കാൻ കഴിയുന്നു. രൂപയിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആ ബ്രിഡ്ജിന്റെ പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെച്ചത്? അതിൽ നടപ്പാക്കിയത് എത്ര? ഇനി ഏതെങ്കിലും നടപ്പാക്കാനുണ്ടോ എന്നെല്ലാം വളരെ കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ പ്രോഗ്രസ് കാർഡ് ഇറക്കി അത് അവതരിപ്പിച്ചുകൊണ്ട്, നന്നായി മിടുക്കനായി പഠിക്കുന്ന കുട്ടി പരീക്ഷയെല്ലാം കഴിഞ്ഞ് നല്ല മാർക്ക് വാങ്ങി മാതാപിതാക്കളുടെ മുമ്പിൽ അഭിമാനബോധത്തോടു കൂടി തന്റെ പ്രോഗ്രസ് കാർഡ് ഉയർത്തി കാണിച്ച് വീട്ടിൽ ചെല്ലുന്നത് പോലെ ഈ നാട്ടിലെ മനുഷ്യരുടെ മുമ്പിലേക്ക്, നല്ല മനുഷ്യരുടെ മുമ്പിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതും നടപ്പിലാക്കിയതുമായ എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ടാണ് നാം 3ാമത്തെ ഊഴത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്.